ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ എത്തിയിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ബംഗളൂരു എഫ് സിയുടെ പുതിയ സൈനിങ്സ്, പുതിയൊരു ഒരു മാനേജറെ BFC കൊണ്ടുവന്ന കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞു കാണും. ഒരു സൂപ്പർ ഒരു താഴ്ച തന്നെയാണ് ബംഗളൂരു എഫ് സി തങ്ങളുടെ ടീമിലെത്തിച്ചിരിക്കുന്നത്. അന്നേരം ഈ ഒരു താരത്തെ കൊണ്ടുവന്നതിനോടനുബന്ധിച്ച് നമ്മുടെ ബംഗളൂരു എഫ് സിയുടെ ഓണറായ പാർത്ത് ജിൻഡാലിന് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. താരവും വളരെ ആകാംക്ഷയോടെയും വളരെ ഇതോടെ കൂടെ തന്നെയാണ് ഈ ഒരു പുതിയൊരു കോച്ചായ പെപ്പ് എന്ന് പറയുന്നൊരു താരത്തെ ബംഗളൂരു എഫ് സിയിലേക്ക് അല്ലെങ്കിൽ ബ്ലൂസിലേക്ക് പാർത്ത് ജിൻഡാൽ ഒരു ടീമിൻ്റെ ഓണർ എന്ന നിലയിൽ എത്തിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ലൊരു സൈനിങ് തന്നെ ഇന്ന് സംശയം പറയാൻ കഴിയുന്ന ഒരു സൈനിങ് തന്നെയാണ് ഇപ്പം ഈ BFC നടത്തിയിരിക്കുന്നത്. അതായത് നമുക്ക് ഈ താരത്തെ ഈ ഒരു കോച്ചിനെ കൊണ്ടുവന്നതിനോടനുബന്ധിച്ച് നമ്മുടെ പാർത്ത് ജിൻഡാലിന് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. മറ്റൊന്നുമല്ല, ബംഗളൂരു എഫ് സി കുടുംബത്തിലേക്ക് പെപ്പിനെ സ്വാഗതം ചെയ്യുന്നതിനാൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹമായുള്ള ഞങ്ങളുടെ സംഭാഷണങ്ങളിൽ നിന്ന് ഈ ക്ലബ്ബ് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കുമെന്ന് വ്യക്തമായി കഠിനാധ്വാനം, വിനയം, ഞങ്ങളുടെ പിന്തുണക്കാരുമായുള്ള ആഴത്തിലുള്ള ബന്ധം, ഞങ്ങളുടെ യാത്രയുടെ അടുത്ത ഘട്ടങ്ങളിൽ ഞങ്ങളെ നയിക്കാൻ ശരിയായ വ്യക്തി അദ്ദേഹമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നും നമ്മുടെ കോച്ച് പാർത്ത് ജിൻഡാൽ, ബംഗളൂരു എഫ് സിയുടെ ഓണർ, പറയുന്നതാണ്. പിന്നെ ക്ഷമയും ലക്ഷ്യബോധവും ഉള്ള ഞങ്ങളുടെ വിശ്വാസത്തെ പെപ്പിൻ്റെ നിയമനം പ്രതിഫലിപ്പിക്കുന്നു. ബംഗളൂരു എഫ് സിയിൽ ഞങ്ങളുടെ മൂല്യങ്ങൾ പങ്കിടുന്ന ആളുടെ ഞങ്ങൾ എപ്പോഴും പിന്തുണച്ചിട്ടുണ്ട്. കൂടാതെ പെപ്പിൻ്റെ കാഴ്ചപ്പാടുകളിലും ഈ ക്ലബ്ബിൽ ഇതിനകം നിലനിൽക്കുന്ന ശക്തമായ അടിത്തറയിലും ഞങ്ങൾക്ക് വലിയ ആശ്വാസമുണ്ട്. വരും മാസങ്ങളിൽ ഒരുമിച്ച് കെട്ടിപ്പടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ആവേശത്തിലാണെന്നും പിന്നെ ഈ ഫുട്ബോൾ ക്ലബിനായി റണ്ണടി ചെയ്ത എല്ലാത്തിനും അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ടീമിന് നേതൃത്വം ആവശ്യമുള്ളപ്പോൾ അദ്ദേഹം വളരെയധികം മുന്നോട്ട് വന്നിട്ടുണ്ട്. ബംഗളൂരു എഫ് സിയോടുള്ള അദ്ദേഹത്തിൻ്റെ സമർപ്പണം ഒരിക്കലും സംശയത്തിലായിട്ടില്ല. ഞങ്ങൾ അദ്ദേഹത്തെ വളരെയധികം വിലമതിക്കുന്നു. കൂടാതെ BFC കുടുംബത്തിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് എന്നുമാണ് നമ്മുടെ പാർത്ത് ജിൻഡാൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ബംഗളൂരു എഫ് സിയുടെ പുതിയ കോച്ചായ പെപ്പ് എന്ന് പറയുന്ന ഒരു താരം നിസ്സാരക്കാരനല്ല. അത്യാവശ്യം മികച്ചൊരു പ്രൊഫൈലൊക്കെയുള്ള, വെളി രാജ്യങ്ങളൊക്കെ കളിപ്പിച്ച് നല്ല ഒരു എക്സ്പീരിയൻസ് ഉള്ള, നല്ല റെക്കോർഡുള്ള ഒരു താരത്തെ തന്നെയാണ് BFC തങ്ങളുടെ കൂടാരത്തിലേക്ക് കഴുകന്മാരെ പരിശീലിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഈ ഒരു കോച്ച് വരുന്നതിന് മുമ്പായാലും നമ്മുടെ റണ്ണടി സിംഗ് ആയാലും നല്ലപോലെ BFC നിലനിർത്തി നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല കോച്ച് കൊടുത്ത് എങ്ങനെയാണ് റണ്ണടി സിംഗും ഇതുവരെയും ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് ടീമിനെ കൊണ്ടുപോയത്. അന്നേരം ആ ഒരു അസിസ്റ്റൻറ്റ് കോച്ചായ പുള്ളിക്കും നമ്മുടെ ഓണറായ പാർത്ത് ജിൻഡാൽ നന്ദി പറഞ്ഞിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ബംഗളൂരു എഫ് സിയുടെ പുതിയ കോച്ച് പദവിയിലേക്ക് കയറിയ പെപ്പിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ എല്ലാ ഒരു ആശീർവാദവും സ്വാഗതവും എല്ലാം നടത്തിക്കൊണ്ടാണ് നമ്മുടെ പാർത്ത് ജിൻഡാൽ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.